ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 5-ാമത്തെ ബുധനാഴ്ച. ഇന്ന് നമുക്ക് വായിക്കുവാൻ, ചിന്തിക്കുവാനും ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അതിലൊരു വാചകം ഞാൻ വായിക്കാം. യേശുതമ്പുരാൻ അവരോട്, 3 നാളായി എന്നോടുകൂടെ ഇവർ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. 3 നാളായി എൻ്റെ കൂടെ അവർ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഇവിടെ കർത്താവിൻ്റെ കരുതലാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഏത് പ്രതിസന്ധിയിലായാലും, ഏത് പ്രതികൂലതയിലായാലും, പട്ടിണിയിലായാലും, പരിവട്ടത്തിലായാലും നമ്മുടെ കൂടെ അപ്രകാരം തന്നെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സമ്പന്നനാണ്, അവനത് പരിഹരിക്കുവാൻ ആഗ്രഹമുണ്ട്. അവനത് സഭയോട് പറയുകയാണ്, അവരെ വെറുതെ പറഞ്ഞയക്കുവാൻ എനിക്ക് താല്പര്യമില്ല, അവർക്ക് വിശക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയെ തിരിച്ചറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനു നമ്മൾ ഭാരപ്പെടണം? അതുകൊണ്ട് അവൻ്റെ അടുക്കൽ ഇരിക്കുക, ഒരിക്കലും മാറിപ്പോകരുത്. 2 ദിവസമല്ല, 3 ദിവസമല്ല, 1000 സംവത്സരമല്ല, എത്രമാത്രം സമയമായാലും അവൻ്റെ കൂടെ ഇരിക്കുക, അവനോട് ചേർന്നിരിക്കുക. അവൻ നമ്മെ കരുതിക്കൊള്ളും. അവൻ പറയുകയാണ്, അവരെ പന്തിയായിട്ടിരുത്ത്. എന്നിട്ട് അവർ കയ്യിലുണ്ടായിരുന്ന അപ്പം എടുത്ത് വാഴ്ത്തി, അതുപോലെ മീനെടുത്ത് വാഴ്ത്തി കൊടുത്തിട്ട് പറഞ്ഞു, അവർക്ക് ഭക്ഷിപ്പാണ്. അനേകായിരം പേര് ഭക്ഷിച്ചവരായി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ വസിക്കണം. കർത്താവ് കൂടെയുള്ളവൻ ഭാഗ്യവാനാണ്. കർത്താവ് കൂടെ വസിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ എന്നും സമൃദ്ധിയിലായിരിക്കും. എന്നാൽ അവൻ്റെ കൂടെ വസിക്കുമ്പോൾ ചിലപ്പോൾ ഉപവസിക്കേണ്ടി വരും, ചിലപ്പോൾ പട്ടിണിയിരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അന്നന്ന് ആവശ്യത്തിനുള്ള അപ്പം കരുതി വച്ചിട്ടുള്ള തമ്പുരാൻ സമൃദ്ധമായ കുട്ടകൾ നിറച്ചു തരുന്നവനാണ്. അമർത്തി കുലുക്കി കവിയുന്ന ഒരു അളവ് തരുന്നവനാണ്. നീ ഭാരപ്പെടണ്ട, നിന്റെ കർത്താവിൻ്റെ കൂടെയാണ് നിവസിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.